തെയ്യക്കോലങ്ങൾ കുറേയേറെ കണ്ടിട്ടുണ്ടെങ്കിലും നമ്മുടെ തെയ്യം പോലെ ദക്ഷിണ കർണാടകയിലെ ഭൂതക്കോലത്തെ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാന്താര സിനിമ കണ്ടപ്പോൾ മുതൽ അതൊക്കെ ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല. കാസർഗോഡ് ശ്രീ മഹാവിഷ്ണുമൂർത്തി ചെങ്ങളകുത്തു പാറക്കെട്ടെ എന്ന തറവാട്ടിലേക്ക് വച്ചു പിടിച്ചു. പഞ്ചുരുളി 5 തരമുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ കുപ്പേ പഞ്ചുരുളി, വർണ്ണാര പഞ്ചുരുളി, കല്ലുരുട്ടി എന്നീ 3 ഭൂതക്കോലങ്ങളാണ് അപ്പോൾ അവിടെ ഉണ്ടായിരുന്നത്. മഹാവിഷ്ണുവിന്റെ വരാഹ അവതാരവുമായി ബന്ധപ്പെട്ടതാണ് പഞ്ചുരുളിയുടെ ഐതിഹ്യം. ആദ്യം തുടങ്ങിയത് കുപ്പേ പഞ്ചുരുളിയായിരുന്നു. നമ്മുടെ തോറ്റംപാട്ടിന് സമാനമായി തുളു ഭാഷയിൽ എന്തൊക്കെ വിവരിക്കുകയും വന്യമായി ചലിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ദൈവം തന്റെ പൂർവ്വകഥ വിവരിക്കുന്നതാണ് ഈ ചടങ്ങ്. തുളുനാട്ടിൽ നിന്ന് ദൈവം മലയിറങ്ങി വന്ന കഥയാണ് വിവരിക്കുന്നതെന്ന് പിന്നീട് മനസ്സിലായി. ആദ്യമൊക്കെ ഈ ഭൂതക്കോലത്തെ ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാൽ കണ്ടുകൊണ്ടിരിക്കെ അതൊക്കെ അങ്ങ് മാറി കൂടുതൽ ഇഷ്ടപ്പെടാൻ തുടങ്ങി. ഈ കോലങ്ങൾ ഘട്ടം ഘട്ടമായാണ് ചമയങ്ങളും മറ്റു കെട്ടിക്കോലങ്ങളും ദേഹത്തണിയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ തെയ്യത്തിന് ചെണ്ടയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇവിടെ ഉപയോഗിക്കുന്നത് ധോലാണ്. അതിനുശേഷം വർണ്ണാര പഞ്ചുരുളി വന്നു. 2 പഞ്ചുരുളിയും ലളിതമായ വേഷങ്ങളോടെയാണ് ആദ്യം എത്തുന്നതെങ്കിലും പിന്നീട് മെയ്യലങ്കാരങ്ങളും ചമയങ്ങളും അണിഞ്ഞ് സൂര്യോദയമാകുമ്പോഴേക്ക് അതിഗംഭീരമായ ഭൂതക്കോലങ്ങളായി മാറി. അവസാനമായിരുന്നു കല്ലുരുട്ടി തെയ്യത്തിന്റെ വരവ്. ആദ്യത്തെ 2 കോലങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഈ തെയ്യം. ഉഗ്ര സ്വരൂപിണിയായി ഇളകി തുള്ളിക്കൊണ്ടായിരുന്നു വരവ്. പഞ്ചുരുളിയുടെ സഹോദരി സ്ഥാനമാണ് കല്ലുരുട്ടിക്ക് എന്ന് പറയപ്പെടുന്നുണ്ട്. ഈ തെയ്യം പലതവണ കർപ്പൂരം നാവിൽ വെച്ച് കത്തിക്കുന്നതും ഭക്തരെ അനുഗ്രഹിക്കുന്നതും കണ്ണെടുക്കാതെ കണ്ടുപോകും. കല്ലുരുട്ടി തെയ്യം വന്നതോടുകൂടി അവിടെ കൂടി നിന്നവരെല്ലാവരും ഒരു വാക്കും ഉരിയാടാതെ തെയ്യത്തെ നോക്കി നിൽക്കുന്ന അവസ്ഥയായിരുന്നു. വളരെ നല്ലൊരു ദിവസം. തെയ്യങ്ങളും ആരാധന സമ്പ്രദായങ്ങളും ഇഷ്ടപ്പെടുന്നവർ ഒരിക്കലും പാഴാക്കരുതാത്ത ഭൂതക്കോലമാണ് ഈ തുളു ജനതയുടേത്. പറ്റുമെങ്കിൽ ഒരു തവണയെങ്കിലും ഈ ഭൂതക്കോലങ്ങളെ എക്സ്പീരിയൻസ് ചെയ്യുക. ഈ 3 ഭൂതക്കോലങ്ങളെക്കുറിച്ചുള്ള ഫുൾ വീഡിയോ ഉടൻ ഞങ്ങളുടെ ചാനൽ വരുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.